തമിഴ്നാട്ടിൽ റെഡ് അലർട്ട് പൂർണ്ണമായും പിൻവലിച്ചെന്ന് ഞങ്ങളുടെ ചെന്നൈ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കേരളത്തിലും 5 ദിവസം മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. മുഹമ്മദ് റഗീസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മഴക്കെടുതികളുടെ വാർത്തകളുമായി ചെന്നൈയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. റഗീസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ, ഈ റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിച്ചു, ഓറഞ്ച് അലർട്ട് മാത്രമേ ഇപ്പം ബാക്കിയുള്ളൂ 10 ജില്ലകളിൽ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയല്ലേ? SKN തീർച്ചയായിട്ടും റെഡ് അലേർട്ട് മുഴുവനായി പിൻവലിച്ചു എന്നുള്ളതാണ് ഈ 11 മണിക്ക് വന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ. ഇത് 10 മണി വരെ ഈ കാലാവസ്ഥ നിരീക്ഷിച്ച് അതിനുശേഷം 11 മണിക്ക് പുറത്തു വരുന്ന 1 മണി വരെയുള്ള അലേർട്ടാണ്. ആ അലേർട്ടിൽ റെഡ് അലേർട്ട് പൂർണ്ണമായിട്ടും ഈ ഒരു തമിഴ്നാട്ടിലെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും എല്ലാ ജില്ലകളിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഇതിലേറ്റവും പ്രധാനം 2 തരത്തിൽ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് തിരുവണ്ണാമലൈ, കള്ളാക്കുറിച്ചി, ധർമ്മപുരി, സേലം, നാമക്കൽ, കടലൂർ, കാരൂർ മേഖലയിൽ ഇടത്തരം മഴ മുതൽ ശക്തമായ മഴ വരെ പെയ്യും എന്നുള്ള തരത്തിൽ അത് ഓറഞ്ച് അലേർട്ടിൻ്റെ ഒരു പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നു. മറ്റ് ചില ജില്ലകൾ, അതായത് കൃഷ്ണഗിരി, തിരുപ്പത്തൂർ, ഈറോഡ്, തഞ്ചാവൂർ, തിരുവാരൂർ, മയിലാടുതുറൈ പോലുള്ള ജില്ലകളിൽ ഇടത്തരം മഴ പെയ്യും, അതും ഓറഞ്ച് അലേർട്ടാണ്. അപ്പോൾ 2 തരത്തിൽ ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുകയാണ്. അതായത് ഇനി അതിശക്തമായിട്ടുള്ളൊരു മഴ തമിഴ്നാട്ടിൽ ഉണ്ടാകില്ല എന്നുള്ള സൂചനയാണ് ഈ അലേർട്ട് പ്രകാരം ലഭിക്കുന്നത്. ഒപ്പം തന്നെ ചെന്നൈയിലൊന്നും നിലവിൽ ഒരു അലേർട്ടുമില്ല, യെല്ലോ അലേർട്ട് പോലും ഇല്ലാത്ത തരത്തിലേക്ക് ചെന്നൈ ഉൾപ്പെടെയുള്ള പ്രദേശം മാറിയിരിക്കുന്നു. അതായത് ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് അതിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെയും ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് വലിയ തോതിൽ ഒരു മഴയൊന്നും ഉണ്ടാക്കാൻ ഇടയില്ല. നാളെ വൈകിട്ട് വരെ ഇടത്തരം മഴ പല പ്രദേശത്തും ഉണ്ടാകും, പക്ഷേ അത് വലിയൊരു മഴയിലേക്ക് പോകില്ല എന്നുള്ളതാണ്. നേരത്തെ ഈ പറയുന്ന വിയ്യൂപുരത്തൊക്കെ ഉണ്ടായതുപോലെ ഒരു വലിയ മഴ, അല്ലെങ്കിൽ പുതുച്ചേരിയിൽ രാവിലെയൊക്കെയും നിലനിൽക്കുന്ന പോലെ ഒരു വലിയ മഴ ഇനി തമിഴ്നാട് ഉണ്ടാകില്ല എന്നുള്ളൊരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ആശ്വാസകരമാണ്. പക്ഷേ ചെന്നൈയിൽ 4 പേരാണ് ഈ മഴക്കെടുതി മൂലം മരിച്ചിരിക്കുന്നത്. അതിൽ 4 പേരും ഷോക്കേറ്റാണ് മരിച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനമായി മോട്ടറിൻ്റെ സ്വിച്ച് ഇടാൻ നേരം ഷോക്കേറ്റ് ഒരാൾ കൂടി മരിച്ചിരിക്കുന്നു. അങ്ങനെ 4 പേരുടെ മരണമാണ് ചെന്നൈയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. പക്ഷേ അല്ലാതെ ഇത്തരത്തിൽ വൃക്ഷങ്ങൾ ഒടിഞ്ഞു വീണോ അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾക്ക് കേടുപാടുകൾ വന്നോ വീട് തകർന്നോ ഒന്നും മരണമുണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസമാണ്. എടുത്തു പറയേണ്ടത് സർക്കാരിൻ്റെ ഒരു പ്രവർത്തനം, കാരണം നമ്മളെപ്പോഴും കുറ്റം പറയുന്ന ഒരു കാര്യമാണ് സർക്കാരിൻ്റെ പ്രവർത്തനം മോശമായി എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു ചുഴലിക്കാറ്റ് നേരിടുന്നതിൽ സർക്കാരിൻ്റെ പ്രവർത്തനം മികച്ചതായിരുന്നു. ഇന്നലെ രാത്രി നമ്മൾ പോയി വെള്ളക്കെട്ട് കണ്ട ഇടങ്ങളിലൊന്നും ഇന്ന് പകല് വെള്ളക്കെട്ടില്ല. മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം പൂർണ്ണമായും നീക്കം ചെയ്തിരിക്കുന്നു. ഇനി ചില ഏരിയകൾ, തീരെ താഴ്ന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് നിലവിൽ ചെന്നൈയിൽ വെള്ളക്കെട്ടുള്ളത്. അത് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. SKN, എന്തായാലും ചെന്നൈ ഒരു വലിയ ഭീഷണിയിൽ നിന്നും തമിഴ്നാട് ആകെ മാറിയിരിക്കുന്നു. SKN. മുഹമ്മദ് റഗീസാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.